ഈ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് താമസിക്കുന്നത്. ഇവർ 6-7 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വാടകയ്ക്ക് എടുത്തതെന്ന് അറിഞ്ഞു. പക്ഷേ ഈ വീട്ടിലെ ആളുകൾ താമസിക്കുന്നതായിട്ട് നമുക്കൊരു ലക്ഷണം പുറത്തേക്ക് കാണിക്കുന്നില്ല. 7 മാസക്കാലമായിട്ടൊരു ഫാമിലി, ഒരു ഭർത്താവും അയാളുടെ ഭാര്യ, അതുപോലെ തന്നെ സഹോദരൻ, പിന്നെ അമ്മ, അങ്ങനെ 4 പേരടങ്ങുന്ന ഒരു കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കേസൊക്കെ പോലീസൊക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇവർ പകൽ സമയത്ത് ആളുകളുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. എപ്പോഴും വീടിൻ്റെ ഡോർ അടഞ്ഞു കിടക്കും. പുറത്തേക്ക് ഒരു ഇതില്ല. അവിടെ ഒരു വീട്ടിൽ ഒരു 4 പേരടങ്ങുന്ന ഒരു ഫാമിലി താമസിക്കുമ്പോൾ സാധാരണഗതിയിൽ പുറത്തേക്ക് കുറച്ച് ലക്ഷണങ്ങൾ നമുക്ക് കാണേണ്ടതാണ്. വീട് വസ്ത്രങ്ങൾ വലിച്ച് പിന്നെ അലക്കിയിടുകയോ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുകയോ അങ്ങനെയൊക്കെയുള്ള, പക്ഷേ യാതൊരു വിധത്തിലുള്ള ശബ്ദങ്ങളോ ഒരു താമസത്തിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നില്ലായിരുന്നു. പിന്നെ ഇവർ വൈകുന്നേരങ്ങളിൽ ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാത്രം അടുത്തുള്ള കടകളിലേക്ക് പോകുമെന്ന് പറഞ്ഞ് നമ്മുടെ അയൽവാസികൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ അയൽവാസികളായിട്ടുള്ള ആളുകൾ ഇവരുമായിട്ട് സംസാരിക്കാനും പരിചയപ്പെടാനും ശ്രമിക്കുമ്പോൾ ഇവർ ഫോണൊക്കെ എടുത്ത് കയ്യിലേക്ക് പിടിച്ചിട്ട് ആരുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ പിന്നെ റോഡിലേക്ക് നോക്കി നടക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ വീട് തുറന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്തുനിന്ന് അസഹനീയമായിട്ടുള്ള ദുർഗന്ധം ആദ്യത്തെ ദിവസം വന്നപ്പം ഉണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം വലിച്ച് ഈ ആക്രി സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ചാക്കിൽ കെട്ടി നിലയിൽ, കാരണം വീടിനകത്തുള്ള ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പൂജ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ ബാക്ക് സൈഡിലായിട്ട് കാണുന്നുണ്ടായിരുന്നു. അത്ര അകത്ത് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, കാരണം പോലീസ് ആദ്യത്തെ ദിവസം തന്നെ വന്ന് ബ്ലോക്ക് ചെയ്തായിരുന്നു. ജനലൊക്കെ തുറന്ന് കണ്ടതേ ഉള്ളൂ. വീടിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. വിചാരക്രിയ നടന്നിട്ടുണ്ടോയെന്ന് അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് തോന്നുന്നതേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഈ ദുർഗന്ധമൊക്കെ വരുമ്പോൾ നമുക്കൊരു സംശയം വരുമല്ലോ. ഒത്തിരി വിഗ്രഹങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സിറ്റിക്ക് അപ്പുറത്താണ്, ടൗണിനപ്പുറത്താണ് താമസിക്കുന്നത്. ഇല്ല, കണ്ടിട്ടില്ല. 8 മാസം മുമ്പാണ് ഇവർ വന്നതെന്ന് മാത്രം അറിയാം. ഇവിടെ അയൽക്കാരുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അയൽക്കാരൊക്കെ ആയിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല. ഒരിക്കൽ കണ്ടിട്ടില്ല. വീട് തൊട്ടടുത്ത് തന്നെ. ഇല്ല, ഞങ്ങൾ ആരെയും കാണാറില്ല ഇവിടെ. ഞങ്ങൾ ലൈറ്റ് വെട്ടം കാണാൻ ഞങ്ങൾക്ക് രാത്രി ഇങ്ങനെ അത്ര മാത്രമേ ഉള്ളൂ. പകലൊന്നും ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. 2 ആണുങ്ങൾ താമസിക്കുന്നതായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ അറിവുള്ളൂ. അവരെ കണ്ടിട്ടില്ല. പകൽ വരെ ഞങ്ങൾ ജോലിക്ക് പോകുന്നവരങ്ങനെ പകലൊന്നും ആരും കണ്ടിട്ടില്ല. ഇവർ പുറത്തങ്ങനെ പകൽ ആരെയും കാണാറില്ല. ഇങ്ങനെയൊരു സംഭവം ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇത്രയൊക്കെ നടന്നെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് ഞെട്ടലാണ്. കുട്ടികളെയും TV കണ്ടാ ഞങ്ങൾ പറഞ്ഞേ, കുട്ടികളെ ഇരുത്തി ഞങ്ങളെല്ലാവരും, ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ. അപ്പം ഞങ്ങൾ എല്ലാവരും തന്നെ ഈ വീടുകളിൽ പിള്ളേരെ കുട്ടികളെ എല്ലാം വീട്ടിലിട്ട് ജോലിക്ക് പോകുന്നവരാ. അപ്പോൾ ഞങ്ങൾക്കിത് കേട്ടപ്പോൾ ഒരു ഞെട്ടലാണ്. പേടിയുണ്ട്. ഇതെന്താണെന്നുള്ളത് സത്യാവസ്ഥ അറിഞ്ഞാൽ ഞങ്ങൾക്ക്. പിള്ളേരെയൊക്കെ ഇരുത്തിയിട്ട് എല്ലാവർക്കും പോകാൻ പേടിയാവും. സ്കൂളിൽ പോകുന്ന പിള്ളേരെയൊക്കെ വീട്ടിലേ ഇട ദിവസങ്ങളിലൊക്കെ ഇരുത്തിയിട്ടല്ലേ ഇപ്പോൾ പോകുന്നതൊക്കെ എല്ലാവരുമേ. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ അടുത്തുള്ള ഇതൊക്കെ അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങളിവിടെ അടുത്തുള്ളവരാ, എല്ലാവരും ഇവിടെ അടുത്തുള്ള ഇത് അക്കരയില്ല ഉള്ള ആൾക്കാർ. ആരും കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത് ഇവരെങ്ങനെ. ഇങ്ങനെ ഈ പിള്ളേരൊന്നുള്ളതായിട്ട് ഇവന്മാരെ ഒന്നും കണ്ടിട്ടില്ല. രാത്രിയിലെങ്ങാനും വല്ല വണ്ടിയും വരുവോ എടുക്കുകയോ പോകുന്നതായിരിക്കും. നമ്മളൊന്നും ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ ചാനലിൽ വന്ന് ഇത് അറിഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാം അറിയുന്നത് പോലും ഇങ്ങനൊരു താമസക്കാരിവിടെ ഉണ്ടെന്ന്. താമസം ഉണ്ടെന്നറിയാം, ഇവരെ കാണുന്നില്ല നമ്മൾ.